ദിവസം ദേശീയ പതാക ഉയർത്തുമ്പോൾ തലതിരിഞ്ഞു പോയത് കേരളത്തിലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രന് മാത്രമല്ല. അങ്ങ് മധ്യപ്രദേശിൽ നിന്നും സമാനമായ ഒരു വാർത്ത തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ ബി.ജെ.പി എം.എൽ.എയും ക്യാബിനറ്റ് മന്ത്രിയുമായ മോഹൻ യാദവും സ്വതന്ത്ര ദിനത്തിൽ ദേശീയ പതാക തലതിരിച്ചിരിക്കുകയാണ്. സ്വതന്ത്ര ദിനത്തിൽ മധ്യപ്രദേശിലെ രാജ്ഗറിൽ നടന്ന പരിപാടിയിൽ ബി.ജെ.പിയുടെ ക്യാബിനറ്റ് മന്ത്രിയായ മോഹൻ യാദവ് സല്യൂട്ട് സ്വീകരിക്കാനായി ഇരുന്ന വാഹനത്തിലാണ് ദേശീയ പതാക തലതിരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുക മാത്രമല്ല, എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. തന്റെ വാഹനത്തിലെ ദേശീയ പതാക എങ്ങനെയാണ് ഉള്ളത് എന്ന് ക്യാബിനറ്റ് മന്ത്രിയായ മോഹൻ യാദവ് ശ്രദ്ധിച്ചില്ലേ എന്നും, അല്ലെങ്കിൽ ദേശീയ പതാകയെ പറ്റി മന്ത്രിക്ക് ഒന്നും അറിയില്ലേ എന്നുമാണ് ജനങ്ങൾ മന്ത്രിയോട് ഈ സംഭവത്തെ തുടർന്ന് ചോദിക്കുന്നത്. എന്തായാലും ക്യാബിനറ്റ് മന്ത്രിയുടെ വാഹനത്തിൽ തന്നെ ദേശീയ പതാക ശരിയായ രീതിയിൽ വെക്കാത്തത് ബി.ജെ.പിയെ തന്നെ ആകെ നാണം കെടുത്തിയിരിക്കുകയാണ്. ഈ ഒരു സംഭവം മാത്രമല്ല, കഴിഞ്ഞ ദിവസം ദേശീയ പതാകയെ അപമാനിക്കുന്ന രീതിയിലുള്ള മറ്റൊരു സംഭവവും മധ്യപ്രദേശിൽ നടന്നിട്ടുണ്ട്. മധ്യപ്രദേശിലെ അഗർ ജില്ലയിലെ ബി.ജെ.പി കാര്യാലയത്തിൽ ദേശീയ പതാക ഉയർത്തിയത് ബി.ജെ.പി പതാകയുടെ താഴെയായിട്ടാണ്. അതായത് ഏറ്റവും മുകളിൽ ബി.ജെ.പിയുടെ പതാകയും അതിന് താഴെയായി ഇന്ത്യയുടെ പതാകയുമാണ് ഉയർത്തിയത്. ഇതിന്റെ ചിത്രങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ രണ്ട് സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശിൽ നിന്ന് തന്നെയാണ്. എന്നാൽ ഇതുവരെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മധ്യപ്രദേശ് പോലീസ് തയ്യാറായിട്ടില്ല. നേരത്തെയും ദേശീയ പതാകയെ അവഗണിക്കുന്ന രീതി സംഘപരിവാറിൽ നിന്നും കണ്ടിരുന്നു. 2017 ഗാസിയാബാദിൽ യോഗി ആദിത്യനാഥ് നടത്തിയ റാലിയിലും ബി.ജെ.പി പതാകയുടെ താഴെയായിരുന്നു ദേശീയ പതാകയുടെ സ്ഥാനം. ഇത്തരത്തിൽ ദേശീയ പതാകയെ അവഗണിക്കുന്ന ബി.ജെ.പി നേതാക്കളുടെ പ്രവർത്തികൾ നേരത്തെയും വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയായിരുന്നു. എന്നാൽ ഇതിലാർക്കും ഇതുവരെ ഗുരുതരമായ വകുപ്പുകൾ ചാർത്തി ഒരു കേസ് പോലും എടുത്തിട്ടില്ല. ക്യാബിനറ്റ് മന്ത്രിയുടെ വാഹനത്തിൽ ദേശീയ പതാക ശരിയായ രീതിയിൽ വെക്കാത്തതും ബി.ജെ.പിയുടെ പതാകയ്ക്ക് താഴെയായി ദേശീയ പതാക ഉയർത്തിയതും വലിയ വിവാദമായിട്ടും ഇതുവരെ ഈ സംഭവത്തിൽ മധ്യപ്രദേശ് ഭരിക്കുന്ന ബി.ജെ.പി സർക്കാർ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ക്യാബിനറ്റ് മന്ത്രിയും ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. എന്നാൽ മധ്യപ്രദേശിൽ നിന്നും വലിയ വിമർശനമാണ് ഇതിനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ പതാകയെ ബഹുമാനിക്കാത്ത ബി.ജെ.പിയുടെ ക്യാബിനറ്റ് മന്ത്രിയുടെ ചിത്രങ്ങൾ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ കണ്ടില്ലേ എന്നും, ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുമാണ് അവിടുത്തെ ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.